ഈ ഒരു മാല മാത്രം മതിയാവും നമ്മുടെ ഡ്രസ്സിന്. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാല ഭയങ്കര റിച്ച് ആയിട്ടുണ്ടാവും കേട്ടോ. ഓർണമെന്റ്സ് മേക്കപ്പ് ഇതൊന്നും ആയിരിക്കില്ല. കണ്ടോ ഭംഗി നോക്കൂ അതിൻ്റെ. എന്നെ നോക്കണ്ടെങ്കിൽ ഭംഗി നോക്കൂ അതിൻ്റെ. എന്ത് രസമുണ്ട് കാണാൻ. ഏതാന്നല്ല പറയുന്ന വിക്ടോറിയൻ ആ ഒരു ടൈമിലുണ്ടാകുന്ന കളർ കണ്ടോ, അങ്ങനത്തെ മാലയാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹായ് ഹായ്. അപ്പോൾ പാല് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പാലു, ഞാൻ മുടിയിട്ട് ഇതൊക്കെ നീ എന്തിനാ അയച്ചേ? ഹായ് ഇപ്പോഴാണോ കാണിക്കണേ? ഹായ് ഇപ്പോഴാണോ? ഹായ് ഹായ്. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എടുക്കരുത്. ഇത് കണ്ടോ, ഇതെവിടെ ഇടാനുള്ളതാ ബാലു? ഇതെവിടെ ഇടാനുള്ളതാ? ഇതെവിടെ ഇടാ? ചേച്ചിക്ക് മേക്കപ്പ് ചെയ്ത് തരുമോ? മേക്കപ്പ് ചെയ്താ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്ത് തരുമോ? പ്ലീസ് പ്ലീസ്. സുന്ദരിക്ക് ചേച്ചി മുടിയൊക്കെ ചീവി തന്നതല്ലേ. നമുക്ക് വള നോക്ക് ബാലു. സുജ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് എനിക്ക് അയച്ചാട്ടോ ആ ചേച്ചി. ആ ചേച്ചിയുടെ അമ്മയുടെ പേരാണ് സുജ. അപ്പോൾ അമ്മയുടെ ഓർമ്മയ്ക്ക് എനിക്കിട്ടതാണ്. പക്ഷേ ആ പേജിൽ ഇട്ട പേരാണ്. അല്ല, തലയിൽ കൂടെ വാച്ച് കിട്ടി തരട്ടെ. ഇങ്ങനെ ഒരുക്കിയതാണ് ഞാനിവിടെ. അതായത് എൻ്റെ അതേ മുടി, ചെമ്പ് മുടിയാണ് ബാലു. ബാലു കണ്ട് താഴെ ഇട്ടത് അമ്മ. എൻ്റെ ഐഷാഡോ താഴെ ഇട്ട് ബാലു. ഓ, ഇനി ഞാൻ വാച്ചും കൂടെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വാച്ചാ ഞാൻ. പൊട്ടിച്ചോ? നിന്റെ അരപ്പട്ട കെട്ടി തട്ടെ. ഇനി ചേച്ചി റെഡി ആവട്ടെ. പാലുവിൻ്റെ ഔട്ട്ഫിറ്റ്സ് നമ്മൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടണം. പാലുവിന് മുടി വന്ന് എങ്ങനെയുണ്ടോ? അപ്പോൾ ഇപ്പോൾ അമ്മ കണ്ടുപിടിച്ചൊരു സംഭവമാണ് നമ്മുടെ സ്ട്രോപ്പ് ക്രീമും 3-in-1 സംതിങ്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ അതാ എനിക്ക് ഇട്ട് തരാറ്. അമ്മ ഒരു ഹായ് പറയോ? എവിടെ? ഇവിടെ വാ, മുഖം ഒന്ന് കാണിക്കാം. ഹായ്. ഇതാണ്. ഇതിട്ടാൽ തന്നെ ഒരു ഗ്ലോ ഉണ്ടാവും. ഇതിൻ്റെ പേരാണ് ഫേസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം. ഇപ്പം ഈ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സൊക്കെ കൊളാബൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ, ഈ ബ്രാൻഡിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അമ്മ വാങ്ങിച്ചതാട്ടോ. ഇത് റോസ് ഗോൾഡിൻ്റെയാണ്. ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് 3-in-1 ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസറിൻ്റെ കൂടെ നമ്മുടെ സ്ട്രോപ്പ് ക്രീം ഒന്നുകൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടെ. ബ്ലഷ് അല്ല, നമ്മൾ എന്തോ അതിൻ്റെ പേര്, ഹൈലൈറ്റർ ഇടില്ലേ, ഹൈലൈറ്റർ ഇട്ട പോലെ. ഇനി ഇവിടെ മതി. ഇനി ലാസ്റ്റ് ഒത്തിരി വേണ്ട, നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഇടുക. ഇനി ഇതാണ് ഈ 2 ഷെയ്ഡ്സിന് മാത്രമുള്ള പാലറ്റ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെൻ്റെ തീർന്നപ്പോൾ ഇത് മിനിങ്ങാന്ന് ഞങ്ങൾ ഡാസ്ലേഴ്സിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഷെയ്ഡ് എടുത്തു.
എൻ്റെ കയ്യിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. അതാണ് സ്റ്റൈല്. എല്ലാം ഉണ്ട് ഈ ഡ്രസ്സിന്. അതായത് ഇതാണ് അവളുടെ ഫ്രോക്ക്, ഫുൾ കൈയുടെ ഫ്രോക്ക്. ഇത് അവളുടെ ജട്ടിക്കുട്ടൻ, പാലുണ്ട് ജട്ടി. ഇത് ഹെയർ ബാൻഡ്. അപ്പം നമ്മൾ പോവാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. പാലു ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഹായ്, അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് ആരാമ്മ, എവിടെ പോവാം? അപ്പോൾ എൻ്റെ ഡ്രസ്സ് ബർത്ത്ഡേയുടെ, പാലുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാനെടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാനപ്പോൾ നമ്മൾ പാലുവിൽ നിന്ന് പിടിച്ച ഒരു സാധനം കൂടെ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. എന്താണെന്ന് കാണിച്ചു തരാം. വേറൊന്നുമല്ല, എനിക്ക് പിന്നെ പന പോലെ പൊക്കം ആയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലെഹങ്കയാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഇടാനൊരു ഹീൽസും കൂടെ ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ റെഡിയായി, നമ്മൾ താഴത്തേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നു. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് വീഡിയോ അവർ പോയിട്ട് നമുക്ക് എടുക്കാം. കാരണം കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ കുടിക്കുന്നത്? ആരാ തന്നെ പാലൊരു ഇഷ്ടപ്പെട്ട നല്ലോണൊക്കെ ഉണ്ട്. പാല അതിനകത്ത് താങ്ക് യു. നമസ്തേ പറ ചേച്ചിയോട്. അവിടെ വരുമ്പോ തരാന്ന് വെച്ചേക്കാൻ. പക്ഷെ ഇപ്പൊ ഇവിടെ അതെ, അതാ കുറച്ച് നേരത്തെ തരാം. എല്ലാം പെട്ടെന്നായിരുന്നു. റെന്റൽ ജീവിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ചുകൂടിയൊക്കെ നമ്മൾ പെൺപിള്ളേർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പൈസ മുടക്കി കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് ഭയങ്കര വില 50,000 60,000 രൂപയ്ക്ക് അതും ഇതൊക്കെ വാങ്ങിച്ച് കല്യാണത്തിനും അതിനൊക്കെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് തന്നെ, അതായത് വെറുതെ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വന്ന് ഡ്രസ്സ് റെൻറ്റ് എടുത്തിട്ട് പോവാം. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ പാലുവിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. എന്തിനാ വെറുതെ പൈസ മുടക്കി ചെയ്യിക്കണം? ഞാനും ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താ ഇടുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഇവരുടെ റെൻ്റൽ പീസ് തന്നെ നോക്കി പോയപ്പോഴാണ് കണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 15 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഞാനൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. എൻ്റെ ഡ്രസ്സ് കണ്ടോ ഇരിക്കുന്ന ഈ ഡ്രസ്സായിരിക്കും ഞാൻ പാലിൻ്റെ ഡ്രസ്സിലിട്ട്. നിങ്ങളുടെ അടുത്ത് എന്തിനാണ് ഞാൻ ഒളിച്ച് വെക്കുന്നത്? സർപ്രൈസായിട്ട് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനും റെൻറ്റിന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തിനായിപ്പം നമ്മൾ ഒരുപാട് ഇപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചെങ്കിൽ എത്ര രൂപ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതാകുമ്പോൾ ഭയങ്കര ലാഭമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം. കൂടെ വാ. നല്ല ചൂടത്തെ നല്ല തണുപ്പ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്, ഗൗൺ ഉണ്ട്, പിന്നെ സാരീസ് ഉണ്ടല്ലേ, റെഡി ടു വെയർ സാരീസ് ഉണ്ട്. വെഡിങ് ഗസ്റ്റ് ഡ്രസ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പാലും ഇച്ചിരി അലമ്പാണ്, അതുകൊണ്ട് കേൾക്കണ്ടോ എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ ടൈപ്പ് കളക്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ കല്യാണ നിശ്ചയത്തിന് ഞാൻ
അപ്പോൾ പാലുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല എവിടെയാണ് പോണേന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാം കാണിച്ചു എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങളോട് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാലുവിൻ്റെ ഡ്രസ് തീം നമുക്ക് ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീണ ചേച്ചി ഇങ്ങനെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി ഇടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചേച്ചിക്ക് എങ്ങനെയാണ് കസ്റ്റമേഴ്സ്? അപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് കൂടുതൽ കസ്റ്റമേഴ്സ്. അവർ ട്രാൻഡ്രത്ത് നിന്നൊക്കെ ആൾക്കാർ ഇവിടേക്ക് വേണ്ടി വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മുടെ ഷോപ്പിന് ഇത് ചെയ്തിട്ട് നമ്മൾ 5 months ആയിരുന്നു. പക്ഷെ കേരളത്തിൽ അധികം ഇല്ല, റെന്റൽ ഷോപ്സ് ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ട് റെന്റൽസ് തന്നെയാണ് കൂടുതലും. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കലി ചിന്തിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ഞാനും അങ്ങനെ ചിന്തിച്ച് ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എന്തിനാ ഇത്രയും പൈസ മുടക്കുന്നത്, ഇങ്ങനെയൊക്കെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോൾ ഇവിടുത്തെ മോഡലിന് ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇതിനകത്ത് ആ ബ്ലൗസ് എവിടെ, ആ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ്. പക്ഷെ നമുക്കിപ്പോൾ അത് പറ്റില്ല. ഇത് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. സ്ലീവ് ഇത്രയും വേണ്ട, ക്യാപ് സ്ലീവ് മതി, അല്ലെങ്കിൽ സ്ലീവ്ലെസ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ. ഇത് ആക്ച്വലി സ്ലീവ്ലെസ് ആയിരുന്നില്ലേ? സ്ലീവ്ലെസ് ആണ് ഭംഗി. അതെ അതെ. ചിലർക്ക് ഈ പറഞ്ഞ വെഡിങ് ഒക്കെ ആവുമ്പോൾ എല്ലാവരുടെ കൺസേൺസ് നോക്കേണ്ടി വരും. പാരന്റ്സിന്റെ, ഗ്രാൻഡ് പാരന്റ്സിന്റെ, നെയ്ബേഴ്സിന്റെ. ചിലർ സ്ലീവ് ഓപ്ഷൻസ് വയ്ക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള ടീൽ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത്. ഇതും കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. ഇതൊക്കെ റെയർ ഷെയ്ഡ്സ് ആണ്. നമുക്ക് യൂഷ്വലി കളേഴ്സ് ആണ് ഇവിടെ ഡിഫറെന്റ്. അതായത് നോർമൽ കളേഴ്സ് അല്ല കൂടുതലും. ദാ ലാവൻഡർ കളേഴ്സ് ഒക്കെ ആക്ച്വലി ഭയങ്കര ഡിഫറെന്റ് ആണ് കിടക്കുന്നതൊക്കെ. പൗഡർ ബ്ലൂ നല്ല രീതിയിൽ ഇതൊക്കെ റിസപ്ഷൻ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതെ, ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളതാണ്. ലെഹങ്ക മാത്രമല്ലല്ലോ ചേച്ചി, ഗൗണും എല്ലാം ഉണ്ടല്ലേ? നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. ആ ചേച്ചി പേര് പറഞ്ഞു, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഫോട്ടോ കൊടുത്തോളാം അവരുടെ. മൃദുല ആക്ച്വലി ലാസ്റ്റ് വീക്ക് അവർക്ക് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം. ഏത് മൃദുല ചേച്ചി? മൃദുല വാര്യർ. ആ ഓക്കെ ഓക്കെ. അവർക്ക് ലാസ്റ്റ് വീക്ക് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെടുത്ത കോസ്റ്റ്യൂമാണ് എടുത്തത്. ഓക്കെ. ഇഷ്ടംപോലെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഓർണമെന്റ്സും നമുക്ക് എടുക്കാം. ഇവിടെ ഇപ്പോൾ മിനിമൽ ആയിട്ടുള്ള അവിടെ ഓർണമെന്റ്സ് പോയതാണോ ചേച്ചി? അതെ അതെ, കുറെ കൊണ്ടുപോയതാണ് കേട്ടോ. അതായത് ഇവിടെ ഓരോ ഓർണമെന്റ്സും കൂടെ ഉണ്ട്, ഇതിൻ്റെ ഒരു മാലയും കൂടെ ഉണ്ട്. അപ്പോൾ ഓരോ ഇപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ. കാരണം നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് പുറത്തൊക്കെയുള്ള ബ്രൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണോ ചേച്ചി ചെയ്യുന്നത് നമ്മൾ? അതെ, നമുക്ക് കൊറിയറും ഉണ്ട്, അല്ലാതെ വന്ന് കളക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്ന് എടുത്ത് കുറെ പേരുണ്ട്. അപ്പൊ അവര് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി. ഇതെടുത്തോട്ടെ ഞാൻ. ഡിഫറെന്റ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള മാല. ഈ ഒരു മാല മാത്രം മതിയാവും നമ്മുടെ ഡ്രസ്സിന്. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാല ഭയങ്കര റിച്ച് ആയിട്ടുണ്ടാവും കേട്ടോ. മാലയെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടോ, എനിക്കറിയില്ല. ഓക്കെ, ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഇതാട്ടോ. സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, വൈറ്റ് കളർ സ്റ്റോൺസ് ഉണ്ടാവും. ഈ കളേഴ്സ് ഒക്കെ ആക്ച്വലി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. വിക്ടോറിയൻ ഡിസൈൻ ആണ് വരുന്നത്. വിക്ടോറിയൻ ഡിസൈൻ അല്ല, വിക്ടോറിയൻ ഡിസൈൻ എന്നാണ് കേട്ടോ പറയുന്നതിന് ഈ മോഡലിന്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓർണമെന്റ്സും നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. അത് നമുക്ക് വേറെ സ്ഥലത്തേക്കൊന്നും പോകണ്ട നിങ്ങൾ കേട്ടോ, ഒന്നും പോകരുത്, ഇവിടുന്ന് എടുത്തിട്ട് പോകണം നിങ്ങൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇതിനാണെങ്കിലും മാച്ച്. ഞാൻ ഇട്ട് വയ്ക്കോട്ടെ ഇത്? ആ ഓക്കെ, ഇട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ ഇടുന്ന ആളല്ല കേട്ടോ. ഓർണമെന്റ്സ് മേക്കപ്പ് ഇതൊന്നും ആയിരിക്കില്ല. കണ്ടോ ഭംഗി നോക്കൂ അതിൻ്റെ. എന്നെ നോക്കണ്ട, നിങ്ങൾ ഭംഗി നോക്കൂ അതിൻ്റെ. എന്ത് രസമുണ്ട് കാണാൻ. അപ്പം നിങ്ങൾ ഇനി ഇവിടെ വരികയാണെങ്കിൽ വേറെ ഡ്രസ്സ് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭയങ്കര വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട. ഇതും റെന്റലാണോ ചേച്ചി നമുക്ക്? അതെ അതെ. ഓക്കെ, ആ അപ്പം എന്ത് വേണം നമുക്കിനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതും കൂടെ റെന്റിന് എടുത്തിട്ട് പോയാൽ മതി നിങ്ങൾ കേട്ടോ. ആക്ച്വലി കുറച്ചുകൂടെ കളക്ഷൻസ് ഉണ്ട്, ഇതിലൂടെ പോയിരിക്കുവാണ്.
അപ്പോൾ കുറേയൊക്കെ മോഡൽ നമ്മൾ അത് നല്ല രസമുണ്ടാവും. അല്ല ഇതിന് ഈ ഗ്രീനിന് നമുക്ക് ചേച്ചി ഇവിടെ വരും, ഞാനിവിടെ സ്റ്റൈൽ ചെയ്തു സ്വന്തമായിട്ട് എല്ലാം ചേച്ചിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഇതിനെന്താ പറയുന്നത്? ഈ മാലയ്ക്ക് എന്തെങ്കിലും പേരൊക്കെ ഇല്ല, ഇത് നമ്മുടെ യൂഷ്വൽ നെക്ക് പീസ്. പിന്നെ ഇവിടെ നമുക്ക് ചോക്കേഴ്സ് ഉണ്ട്. നമ്മുടെ കൂടുതൽ വിക്ടോറിയൻ കൈൻഡ് ആണ്. വിക്ടോറിയൻ ഞാൻ പറഞ്ഞു എല്ലാം ഡാർക്ക് ഗ്രീൻ ഒക്കെ നന്നായി ചെയ്യും. ഞാൻ വെറുതെ വെച്ച് നോക്കിയതാണ്. പിന്നെ ഇത് നന്നായിട്ടുണ്ടാവും. ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നന്നായിട്ട് ചെയ്തു. ഇതും ഭംഗിയുണ്ടാവും കേട്ടോ. അതായത് സിമ്പിൾ ആയിട്ടൊരു ചോക്കറ്റ് കൈൻഡ്. സിമ്പിളായിട്ട് എന്നാൽ കുറച്ചൊരു മൾട്ടി സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിളാണ്. സിമ്പിളാണ്. കൊളാബിനൊന്ന് കുറേ ചോക്കേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. നല്ല അതിട്ടോ ഇത് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എടുത്തേനെ, പക്ഷേ ഇത് കുറച്ചുകൂടെ അടിപൊളിയാണ്. ഞാൻ മറ്റേ ഇട്ടതിനേക്കാളും അടിപൊളിയാണ്. റിച്ച് ലുക്കാണ്. നമുക്ക് ശരിക്കും ഒരു ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഭയങ്കര എടുപ്പായിരിക്കും. ഇത് പക്ഷെ രാവിലെയാണ് ഫംഗ്ഷൻ, പക്ഷെ നല്ല രസം ഉണ്ടാവും. ഇത് ഫുൾ മിറർ വർക്ക് ഒക്കെ ഉണ്ട്. ഫോക്കസ് ലൈറ്റ്സ് ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടോ? ഫുൾ ഹാൻഡ് വർക്ക് വരുന്നത്. കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇതിന് കൈ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിന് ഓൾറെഡി കൈയൊക്കെ വെച്ച് തരും. ഇല്ല സ്ലീവ്ലെസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ നമുക്കിടാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ഹോൾ ബോഡി നമുക്ക് കണ്ടോ, ഇവിടെയൊക്കെ മിറർ വർക്ക്, സീക്വൻസസ്, എല്ലാ കളറും ഉണ്ട്. പക്ഷെ നല്ല യുണീക്ക് കളർ അല്ലേ ചേച്ചി സ്കേർട്ട്? അതെ, ഇത് എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ഷെയ്ഡ് ഫേസിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവറോൾ ഒരു പേസ്റ്റൽ, ഇപ്പൊ പേസ്റ്റൽസ് ആണല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതെ. അപ്പൊ ആ സ്കേർട്ട് ഒരു പേസ്റ്റൽ വൈബ് വരികയും ചെയ്യും, എന്നാൽ ഫേസിലേക്ക് ഒരു ബ്രൈറ്റ് ഷെയ്ഡ് കയറി വരികയും ചെയ്യും. ആക്ച്വലി എനിക്ക് പേജിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണമായിരുന്നു കേട്ടോ. ഇതും നല്ല രസമുണ്ട് കാണാൻ, നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ളതാ. അതായത് കുറച്ചുകൂടി റിച്ച് ലുക്ക് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു പീസ്. ഓക്കെ. അപ്പോൾ അടുത്തത് എനിക്ക് എടുക്കാനുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഈ ഗ്രീനാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് ചേഞ്ചസ് ഉള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഐ മീൻ ചേച്ചി നാളെ എനിക്ക് തരും അല്ലേ? അത് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് ചേച്ചി എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുക, റീലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും, അപ്പോൾ അതും കൂടെ കാണാം. ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഞാൻ വരുമ്പോൾ എനിക്ക് ഇതിനും കളക്ഷൻസ് ഇനിയും തരണം. എനിക്ക് ഇനിയും ഫങ്ഷൻസിനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഓരോന്ന് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടവരാണ്. ഇനി ഹർബറി ആയിട്ട് എവിടെയും പോയി നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഒരുപാട് നല്ല യുണീക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ വന്ന് നോക്കിയിട്ട് ചേച്ചിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതിയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ചേച്ചി വേറെ ഏതാ വഴിയുള്ളത്? നമുക്ക് ഇൻസ്റ്റ വഴി നമ്പർ കൊടുത്തിട്ടുണ്ടെന്നോ അല്ലേ ബയോയിൽ? അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.
ഇനി നമുക്ക് നമ്മുടെ പാലുക്കുട്ടൻ്റെ ഡ്രസ്സിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാനെടുത്ത വീഡിയോ അല്ല, ഇത് കല്യാൺ സിൽക്സിൽ പോയിട്ട് നമ്മുടെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത ബോട്ടിക്കിലെ ചേച്ചി എന്താ പറയുക എടുത്ത വീഡിയോ ആണ് എനിക്ക് എടുത്ത് അയക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് അയച്ചു തന്നാണ്. ജിൻ സ്ട്രിങ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്, ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ചേച്ചിയാണ്, ഇപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു ഒലിവ് ഗ്രീൻ കണ്ടില്ലേ, ആ ഒലിവ് ഗ്രീൻ ഡ്രസ്സാണ് നമ്മൾ പാലുവിന് എടുത്തിരിക്കുന്നത്. പാലുവിൻ്റെ തീം എല്ലാവരും കണ്ടു കാണുമല്ലോ. നമുക്ക് ഒലിവ് ഗ്രീൻ ആണ് തീം, എനിക്ക് മാത്രം ഇച്ചിരി ഡിഫറെൻറ്റ് കളറായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഒലിവ് ഗ്രീൻ തന്നെ കിട്ടി. അപ്പോൾ ചേച്ചിയാണ് പാലുവിന് ആ ക്യൂട്ട് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഞാൻ കൊടുത്തിരുന്നു, റെഫറൻസ് കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബീഡ്സ് വർക്ക് ചേച്ചി പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ആൾക്ക് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളും തിരക്കുണ്ടായിരുന്നുകൊണ്ട് ചെയ്ത് അയക്കാൻ പറ്റിയില്ല. പറ്റുന്ന പോലെ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. പേജ് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നോർമലി നമ്മുടെ എല്ലാ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമ്മുടെ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ സ്ഥിരം വൈറ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഡ്രസ്സ് നമ്മൾ തൃപ്പൂണിത്തുറയിലൊരു കടയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ സാരിയും ബ്ലൗസും ആണ് കേട്ടോ, യെല്ലോ സാരിയാണ്. എല്ലാവരുടെ മുമ്പിലൊന്നും മറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മ പഫായിട്ടുള്ളൊരു ബ്ലൗസാണ് അമ്മ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് ബേക്ക് ഹൗസിലേക്ക് നമ്മൾ വന്നു. അവിടെ ഞാൻ ഇതുവരെ ചീസ് കേക്ക് കഴിച്ചിട്ടില്ല, അപ്പോൾ അവിടുത്തെ ചീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പാലുക്കുട്ടിന് കൊടുക്കാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ പാലുവിന് ഞാൻ കുറച്ച് കൊടുത്തു. ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ കുറച്ച് കൊടുക്കും. നോണൊന്നും അല്ല, വെജിറ്റേറിയൻ മാത്രമേ പാല് കഴിക്കുകയുള്ളൂ. അപ്പോൾ പാലുക്കുട്ടൻ ചീസ് കേക്ക് ഇങ്ങനെ ഞുണഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്താണെന്നത് മനസ്സിലാവുന്നുമില്ല. പിന്നെ വായി വെച്ചേരുമ്പോൾ എന്തെങ്കിലും കഴിക്കുകയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാലുക്കുട്ടൻ നല്ല ആസ്വദിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ആയിരുന്ന ദിവസം ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, അവർ നമ്മുടെ കോഫിയിൽ ഒരു ഹേർട്ടൊക്കെ വരച്ചാണ് നമുക്ക് തന്നത്. പിന്നെ നമ്മുടെ ബേക്ക് ഹൗസിൻ്റെ തൊട്ട് മേളിലുള്ള മിസ് കൊച്ചിൻ എന്ന് പറഞ്ഞ പാർലറിലാണ് ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അമ്മയ്ക്ക് ഹെന്ന ചെയ്യാൻ. അപ്പം നമ്മുടെ വ്ളോഗ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. പാലുവിൻ്റെയും എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഡ്രസ്സൊക്കെ സെറ്റായി നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ് വരുന്നത്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ലവ് യു ഗൈസ്.